ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ റൂമിലേക്ക് സച്ചി വരുന്ന സമയത്ത് രേവതി ഇങ്ങനെ ഭക്ഷണം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്തിന് എന്ന് സച്ചി ചോദിക്കുകയാണ്. ഭക്ഷണം എന്തിനെടുത്ത് വെക്കുന്നത്, കഴിക്കാൻ എന്ന് പറയാണ് കേട്ടോ രേവതി. എനിക്ക് വേണ്ട, നീ എനിക്ക് ഭക്ഷണം എടുത്ത് വെക്കൊന്നും വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ അച്ഛൻ വിശ്വസിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ വിശ്വസിക്കുന്നതാണോ നീ വിചാരിക്കുന്നതെന്ന് പറയാണ് സച്ചി. അത് കേൾക്കുമ്പോൾ തന്നെ രവിക്ക് വലിയ വിഷമമാവാണ്. അപ്പോൾ ഈ സമയത്ത് രവി അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സച്ചിൻ രേവതിയും തമ്മിലുള്ള സംഭാഷണമൊക്കെ കേൾക്കാണ്. അന്നേരം രേവതി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞതല്ലേ, അച്ഛനത് വിശ്വസിച്ചു, പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കാത്തതെന്ന് പറയുകയാണെ. അച്ഛൻ ഒരു പാവമായതുകൊണ്ട് അച്ഛൻ അതൊക്കെ വിശ്വസിക്കും. പക്ഷേ എന്നെ നീ ആ കൂട്ടത്തിൽ പെടുത്തണ്ട, നീ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് എനിക്കറിയാം. നിന്റെ അറിവോട് കൂടി തന്നെയാണ് ശ്രീകാന്ത് വിവാഹം കഴിച്ചത്. ആ ചതി ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ അച്ഛൻ ലോക്കപ്പിലായത് നീ കാരണമാണെന്ന് പറയട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ ലോക്കപ്പിലായത് ഞാൻ കാരണമല്ല, അത് നിങ്ങളുടെ അനിയൻ കാരണമാണ്. അച്ഛൻ ലോക്കപ്പിലായതിൽ എനിക്കും നല്ല വിഷമമുണ്ട്. എനിക്ക് വിഷമില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അനിയൻ കാരണമാണ് ഇതൊക്കെ നടന്നതെന്ന് പറയാണ് കേട്ടോ. അവനും നീയും കൂടെ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അച്ഛൻ ആയൊരു സംഭവം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. കള്ളക്കടത്തുകാരെയും കള്ളൻ്റെയും കൂടെ എൻ്റെ അച്ഛൻ നിന്നത് നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാണ്. ഇപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതൊക്കെ ഞാനും കണ്ടതല്ലേ എന്ന് പറയാൻ കേട്ടോ. നീ എന്തായാലും എന്നെ അതൊന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട. നിൻ്റെ കള്ളങ്ങളൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ വീട്ടിൽ നമ്മളെ രണ്ടായിട്ടായിരിക്കും ജീവിക്കുക, അല്ലാതെ ഒന്നായിട്ടായിരിക്കില്ല എന്ന് സച്ചി പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് സച്ചി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റ് ഒരിക്കലും ഞാൻ പൊറുക്കൂല, മറ്റാര് പുറത്താലും ഞാനതൊന്നും മറക്കേമില്ല എന്നൊക്കെ സച്ചി പറഞ്ഞതിന് ശേഷം സച്ചി അവിടെ കട്ടിൻ്റെ അടിയിൽ ഒരു പായ ഇരിപ്പുണ്ട്. ഒരു പായ എടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ പായ എടുത്തിട്ട് വിരിച്ചിട്ട് അതിലിരിക്കുകയാണ് കേട്ടോ. ഇരുന്നിട്ട് കിടക്കുന്നൊന്നുമില്ല, അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രേവതി അവിടെ ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് രവിക്ക് ഭയങ്കരമായിട്ട് വിഷമായിട്ട് രവി അങ്ങനെ ഹോളിലേക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് സച്ചിയേട്ടാന്ന് വിളിച്ചിട്ട് സച്ചിയുടെ അടുത്തേക്ക് രേവതി ചെല്ലുമ്പോൾ വീണ്ടും സച്ചി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന സമയത്താണ് രവി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ സച്ചി ഓടി ചെല്ലുകയാണ്. അച്ഛൻ എന്താ ഇവിടെ നിന്ന് ഉറക്കളിച്ചിരിക്കുന്നത്, എന്താ ഉറക്കം വരുന്നില്ലേ, എന്തെങ്കിലും വിഷമമുണ്ടോ, മെഡിസിനൊക്കെ കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. കയ്യുമ്മൽ ഇത്തിരി നീരുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ സമയത്ത് രേവതിയും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഇവർ രണ്ടുപേരുടെ സംസാരം കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കയ്യുമ്മൽ കുറേ നീരുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും, അതൊന്നും നോക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ എന്ന് ചോദിക്കണം. എന്താ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സച്ചിനോട് രവി പറയാണ്, നീ രേവതി മോളായിട്ട് വഴക്കടിക്കരുത് എന്ന് പറയാൻ കേട്ടോ. അവൾ ചെയ്തതൊന്നും എനിക്കങ്ങനെ മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതി മോൾ അതിലൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൾ പറഞ്ഞതല്ലേ, അതൊക്കെ അവൾ വെറുതെ പറയണതാണ് ശ്രീകാന്തിൻ്റെ വിവാഹം നടന്നത് അവളുടെ അറിവോട് തന്നെയാണ്, അത് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. സച്ചി അവൾ പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല, അവൾ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല. ഈ കുടുംബത്തിന് കളങ്കം ഉണ്ടാകുന്ന ഒരു കാര്യം എൻ്റെ രേവതി മോൾ ചെയ്യൂല എന്നൊക്കെ രവി പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കള്ളക്കടത്തുകാരെയും കള്ളന്മാരെയും കൂടെ ലോക്കപ്പിൽ കിടുന്നത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവളെ കാണുമ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നതെന്ന് പറയും. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അത് നടക്കാനുള്ളത് നടന്നു, അത് ശ്രീകാന്ത് കാരനാണ്, അല്ലാതെ രേവതി കാരണമല്ല എന്ന് രവി പറയാണ്. നീ അവളെ സ്നേഹിക്കണം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് കാണണം. എന്തായാലും കല്യാണം കഴിഞ്ഞവൻ പോയി, അവരിപ്പോൾ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇനി ഈ വീട്ടിൽ വഴക്കടിച്ച് ജീവിക്കാൻ പാടില്ല, നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വാച്ചാക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ് രവിനെ സച്ചി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭക്ഷണമൊക്കെ എടുത്തു വെക്കുകയാണ്. എന്നിട്ട് രവിയുടെ അടുത്ത് ചെന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ മോളെ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രവിനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് രേവതി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവി പോകുന്ന സമയത്ത് അവിടേക്ക് ശ്രുതിയും ചന്ദ്രയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പ്ലേറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടാവും. അവൾ വന്നല്ലോ, ഇനി പണി മുഴുവൻ അവൾ എടുത്തോളും, ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ ഫ്രീ ആയിന്ന് ചന്ദ്ര പറയും.
അങ്ങനെ ചന്ദ്ര ഒന്നും കഴിഞ്ഞിട്ട് പാത്രം തുറന്ന് നോക്കുമ്പോൾ പൂരി മസാല കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഹായ് പൂരി മസാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ, ഇത് എണ്ണയാണെന്ന് അറിഞ്ഞൂടെ എന്ന് പറയുമ്പോൾ രേവതി പെട്ടെന്ന് തന്നെ ചന്ദ്ര അത് ശരിയാണല്ലോ, കണ്ടില്ലേ ഒരു ടിൻ എണ്ണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ എണ്ണ മുഴുവനും കഴിച്ചല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ശരിയാ ഒരു ടിന്ന് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ എന്നിട്ടൊരു വിരൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രവി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിനക്ക് ഈ ഭക്ഷണം മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് വരും, വെറുതെ അല്ല ഹാർട്ട് അറ്റാക്ക് വന്നത്, ഇവളിതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വന്നതെന്നൊക്കെ ശ്രുതി പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയാം ശരിയാണ് ഈ ഇവള് വിചാരിച്ചിരിക്കണതേ നമ്മളിതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഗുണ്ടുമണികളെ പോയായിട്ട് അസുഖക്കാരായിട്ട് മാറട്ടെ, നമ്മൾ സ്ലിം ആയിട്ടിരിക്കുന്നത് ഇവൾക്ക് കണ്ടുകൂടാ, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ മനുഷ്യന് ഇതൊന്നും കൊടുക്കണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അച്ഛനെ ഞാൻ നല്ല കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛന് ഞാനിതൊന്നും കൊടുക്കുന്നില്ല, ഇത് സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് കേട്ടുകൊണ്ട് സച്ചി വരാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിന്നോട് ഉണ്ടാക്കാമെന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. അവർ തമ്മിൽ അടുപ്പില്ല അകൽച്ചയാണെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവണം. എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. സച്ചിയേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാനിത് ഉണ്ടാക്കിയെന്ന് പറയണേ. ഞാൻ പറഞ്ഞു നിന്നോട് ഉണ്ടാക്കാമെന്ന് പറയാൻ കേട്ടോ. അതേ നിന്നെ അവൾ വീഴ്ത്താൻ നോക്കുക, അവൾ പറഞ്ഞത് നീയൊന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭൂരി മസാലയിൽ നിന്നെ വീഴ്ത്താൻ പറ്റുമെന്ന് നോക്കുകയാണ് എന്ന് പറയട്ടോ. അവളെ പഠിച്ച കള്ളിയാണ്. അവൾ ഈ ഭൂരി മസാല ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ടതൊക്കെ മറക്കാൻ പറ്റുമോ? നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടു, എന്തോരം ഓടി നടന്നു, എന്തോരം ബുദ്ധിമുട്ടി, അതൊന്നും ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പറയും ഞാനൊന്നും ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയതല്ല, ആരും വീഴ്ത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇഷ്ടമുള്ളതുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും ആഹാ ഇവളതൊക്കെ പറയും കേട്ടോ, നീ അതിൽ വീഴുമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറയട്ടോ. അങ്ങനെ രവി പറയും മോൻ ചന്ദ്രേ നീയൊന്നും മിണ്ടാതിക്ക്, മോനെ സച്ചി നീ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, എനിക്ക് വേണ്ട അച്ഛാന്ന് പറയട്ടാ. എടാ വെറുതെ വിശന്ന് പോകണ്ട, നീ കഴിക്കി എന്ന് പറയുമ്പോൾ രവിയുടെ ഇഷ്ടപ്രകാരം പറഞ്ഞതുകൊണ്ട് തന്നെ സച്ചി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോഴേക്കും ചന്ദ്ര വീണ്ടും എടാ നീ ഓടി നടന്നതൊക്കെ നീ മറന്നോ, നിൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നതൊക്കെ നീ മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വീണ്ടും സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചി ആ കസേര അങ്ങോട്ട് നീക്കി വെച്ചിട്ട് വേഗം തന്നെ എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ രവി വിളിക്കുന്നുണ്ട് മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന പറയുമ്പോൾ വേണ്ട അച്ഛാന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകും. ഈ സമയത്ത് സൂതി അവിടേക്ക് വരും കേട്ടോ. സൂതി പാത്രം തുറന്ന് നോക്കുമ്പോൾ ഭൂരി മസാല കാണുമ്പോൾ സൂതിയുടെ വായിന്ന് വെള്ളം വരും. സൂതി പറയാണ് ആഹാ ഭൂരി മസാലേ, നല്ല മണം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നേ ശ്രുതി ഞാൻ പറഞ്ഞിട്ടില്ലേ എണ്ണയിലുള്ള പലഹാരങ്ങളൊന്നും കഴിക്കരുതെന്ന്, ഇവളിതൊക്കെ ഉണ്ടാക്കി വെക്കുള്ളൂ എണ്ണയിലുള്ള പലഹാരങ്ങൾ, അതൊന്നും നമുക്ക് കഴിക്കേണ്ടെന്ന് പറയട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കഴിച്ചൂടെ, നിങ്ങളെന്തിനാണ് രേവതിനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അവൾ കാലത്ത് തന്നെ എഴുന്നേറ്റത് എല്ലാതും ചെയ്ത് വെച്ച് തന്നിട്ട് നിങ്ങൾ അവളെ കുറ്റം പറയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഒരു കൊളസ്ട്രോളും ഒരു എണ്ണയും എന്നൊക്കെ പറയാനുണ്ട് രവി. അപ്പോൾ പെട്ടെന്ന് ശ്രുതിയും ആകെ ഒരു ഇടാന്നാവട്ടെ. അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കണം എന്നുള്ള കൊതിയോട് കൂടിയിട്ട് ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണെങ്കിലും കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കണ്ടേ. അതൊന്നും വേണ്ട ശ്രുതിക്ക് ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് പറയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ അത് തന്നെയാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ അവർ പോട്ടെ മോളിനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് രവി പറയുന്നതോടുകൂടിയിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്